ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. പുതിയൊരു നല്ല വർഷം എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരെ സ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ ഹില്ലിനെ കാറിൽ നമ്മുടെ ഹില്ല് വന്നിട്ട് തേറിന കാറിൽ കയറ്റിക്കൊണ്ടിരുന്നില്ല, അവൻ്റെ റൂമിലേക്ക് പോകാൻ. അവിടെയാണ് അവർ കാറിൽ വന്നുകൊണ്ടിരുന്നിട്ട് അവനെ റൂമിൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹില്ല് ചോദിക്കുന്നുണ്ട്, ഞാൻ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ അതേ അങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവനെ ഇറക്കി വിടുന്ന സമയത്ത് നമ്മുടെ ഹില്ല് ക്ലോസ് ആയി പോയിട്ട് ഒരു സീറ്റ് ബെൽറ്റ് ഊരി കൊടുക്കുന്നുണ്ട്. നമ്മൾ തേറാകപ്പെടാം അയ്യോ അങ്ങനെ പറയുന്ന ഒരു സീനാണുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് വരാം അങ്ങനെ പറഞ്ഞ് അവൻ നേരെ ഇറങ്ങി അവൻ ഓടുന്നുണ്ട്. ഇവൻ അപ്പം തന്നെ ഫോണിൽ എന്തോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് ചെയ്താൽ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് റൂമിലോട്ട് വരുന്ന ബെഡിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നോർത്ത് ചോദിക്കുന്നത്, എടാ ഇത് നിൻ്റെ കൈയല്ലേ, എന്താടാ ഇത്? അതെ, ആരാടെ പോസ്റ്റ് ചെയ്ത്? നമ്മുടെ ഹില്ല്. ഏത് ഹില്ല്? നിനക്ക് എങ്ങനെ ഹില്ലിനെ അറിയാം? അവന് മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, കോളേജിൽ തന്നെ ഫേമസ് അല്ലേ, പിന്നെ അവനെ ആർക്കും അറിയാതിരിക്കുക. അങ്ങനെ ഓ എന്ത് ക്യൂട്ടായിട്ടിലാക്കണേ, ഞാൻ നിന്നെ നല്ല നോക്കിയാൽ നീ എനിക്ക് ചാൻസ് തരുമെന്ന്. ഓ ആട്ടിയ ചീസി നല്ല രസമുണ്ടല്ലേ, നല്ല പഞ്ചാര കുട്ടനകത്തുണ്ടല്ലേ, കാണുന്ന പോലെ ഒന്നുമല്ല. ഈ ഒരു നിൻ്റെ കഥയല്ലേ? ആ നിൻ്റെ കൈ തന്നെയാണ്. ഇവനെങ്ങനെ എൻ്റെ കൈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന? എനിക്കെങ്ങനെ അറിയാം? എടാ ഇല്ല, നീ നിൻ്റെ കൈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടാ ഇതാണ് ഞാൻ പറഞ്ഞ അത്. ഏത്? എടാ ഞാൻ പറഞ്ഞത് എന്ത്? നീ പറഞ്ഞോ അവനോ? ഓ അപ്പം എനിക്ക് ഉറപ്പായി നീ എങ്ങനെയാണ് അവൻ്റെ വലയിൽ വീഴും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു പാർട്ട്ണറെ കിട്ടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ നോർത്ത് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് പോസ്റ്റ് കാണിച്ചാൽ എൻ്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ അവർ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹില്ല ആരും അറിയാതെ നമ്മുടെ തേറിൻ്റെ കൈ ഫോട്ടോ എടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ക്യാപ്ഷനുണ്ട്, ഞാൻ നിന്നെ നല്ല നോക്കിയാൽ നീ എന്നെ സ്നേഹിക്കുമോ, എനിക്കൊരു ചാൻസ് തരുമോ, നിന്നെ നോക്കാനേ, അങ്ങനെ പറയുന്ന പോലത്തെ ഒരു പോസ്റ്റും കൂടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ തേറ് പുറത്ത് പോയി നിൽക്കുമ്പോൾ അവൻ്റെ അമ്മ അവനക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, മോനെ നിനക്ക് സുഖമാണോ, നീ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നിനക്ക് ലീവിന് ഇങ്ങോട്ട് വന്നൂടെ? ഇല്ലമ്മ എനിക്ക് ലീവൊന്നുമില്ല, ഞാൻ ഇപ്പോഴല്ലേ കോളേജിലോട്ട് വന്നേ. ശരി, കഴിഞ്ഞ ദിവസം അച്ഛൻ കൂടെ നിന്നെ ചോദിച്ചിട്ടുള്ളൂ നിനക്ക് സുഖമാണോ, ഇവിടുന്ന് പോയവരൊക്കെ എന്താ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ അച്ഛനക്ക് എന്നെ മേത്ത് ദേഷ്യമൊന്നുമില്ലേ? ഇല്ല മോനെ നീ വാ വീട്ടിലോട്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സീനിൽ കണ്ടിരുന്നതല്ലേ നമ്മുടെ ഹില്ലും തേറും, അത് സ്വപ്നമല്ലായിരുന്നു, റിയാലിറ്റി നടന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്. ഓക്കെ, ആ സീൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ അച്ഛൻ കയ്യോടെ പൊക്കി തോന്നുന്ന തേറിനെ കയ്യോടെ പൊക്കി അവനക്കുള്ള പണിഷ്മെൻറ്റ് നീ എൻ്റെ മകനായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്ന് ചോദിച്ച് അവനക്ക് നല്ല എനിക്ക് എംബാരസിങ് ആയിട്ടുണ്ട് നിന്നെപ്പോലത്തെ ഒരു മകനെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സീൻ അപ്പോൾ നമ്മുടെ തേർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ സീനാണ് ഫ്ലാഷ് ബാക്ക് കിട്ടുന്നത്. ശരി അമ്മ ഞാൻ നോക്കട്ടെ, എനിക്ക് ലീവ് ഉണ്ടാകുമ്പോൾ ഞാൻ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ തേർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ നോക്കുമ്പോൾ നമ്മുടെ നോർത്ത് വന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ട് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം കോളേജിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഹില്ല് ബുക്കിൽ നോക്കിയിരുന്നു, പക്ഷേ ബുക്കിലും ഫോണിൽ മാറിയിട്ട് എന്തോ ഒരു സ്വപ്ന ലോകം എന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, എന്താടാ സംഭവം, നീ ഇപ്പോൾ പഠിക്കുന്നേയില്ല, ഇപ്പോൾ നോക്കിയാലും സ്വപ്ന ലോകത്താണ്, ആരെയാണ് നീ സ്വപ്നം കണ്ടിരിക്കുന്നത്, എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ എക്സാംസിൽ ഫെയിലാണെന്നുള്ളതൊന്നും ഇല്ലേ? അപ്പോൾ ഇല്ലല്ല ഞാൻ നല്ല പഠിക്കുന്നത്. എവിടെ നീ പഠിക്കുന്നത്? നിന്റെ പഠിക്കുന്നത് കാണാനേ ഇല്ല, എപ്പോൾ നോക്കിയാലും ബുക്കിൽ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഞാനാരെ പ്രേമിക്കാൻ? ഇല്ലല്ല, നീ ഇപ്പോൾ തന്നെ ഫുൾ ടൈം ഡിസ്ട്രാക്ഷനാണ്, പോരാത്തന്നെ ഫോണിൽ നോക്കുന്നെടുക്കാൻ ശരിക്കും പഠിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്നിട്ട് നീ പഠിക്കുന്നതാണ്. ശരി, ആരാ ചെക്കൻ പറ, ഇവിടെ തന്നെ ഉള്ളതാണോ പുറത്തുള്ളതാണോ? അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വളഞ്ഞിട്ടിരുന്ന അവന് ചോദ്യം ചെയ്യാൻ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ്. അവനെ വളഞ്ഞിട്ടിട്ട് ചോദ്യം ചെയ്യും. അപ്പോൾ അവൻ പറഞ്ഞു ശരി ഞാൻ വ്യത്യസ്തം നിൽക്കാം, അവരെ പരിചയപ്പെടുത്തരാ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നുണ്ട്, ഓ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹില്ല് കല്യാണം കഴിക്കാൻ പോവാണ് എന്നാണ്. നമ്മുടെ ഹില്ല് കല്യാണം കഴിക്കാൻ പോകുന്നില്ല, പോകാൻ വേണ്ടിയാണ്. ഞാൻ മാത്രമൊന്നുമില്ല, ജോയും ഫായും കൂടെ എൻ്റെ കൂടെ മാരേജ് ചെയ്തു. എന്താ ജോയും നമുക്കറിയാം. എടാ ഇത് ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല, ഇവൻ എന്തോ വെറുതെ ഭ്രാന്ത് പറയാം, അങ്ങനെയൊന്നും ഇല്ലടാ. അങ്ങനെയാണ്. ശരി ഓക്കെ, നിങ്ങളെന്ത് കാര്യത്തിൽ നമ്മുടെ എക്സാമിൽ ഫെയിലാന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ വന്നിട്ട് ഹില്ല് വന്നിട്ട് 98ഉം ഫാ വന്ന് 96, ആർട്ടിക്ക് വന്ന് 94, ഞാൻ വന്ന് 97 അങ്ങനെ 84 അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ഡിഗ്രേഡിലുള്ള പിന്നെ നമ്മൾ ഫെയിൽ ആവാതെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പഠിക്കുന്ന ആളാണ്. അപ്പോഴാണ് നമ്മുടെ ഫാ വന്നിട്ട് എനിക്കൊരു പണി ഉണ്ടെന്നിട്ട് ഞാൻ പോട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാ വന്നില്ല. അതായത് ഇവർ ഫാനെ പിടിച്ചെത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നില്ലേ, അതിന് ഫാ മുങ്ങിയതാണ്. ആരാണ് ചെക്കൻ പറയുന്നത് മുങ്ങിയതാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഹില്ല് വന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ തേറ് പോകുന്ന പോലെ തന്നെ ഒരു സംഭവം. പിന്നെ അവനൊക്കെ ഗ്യാസിനൊക്കെ വരാമെന്ന് അവൻ അവിടെ നിന്ന് അങ്ങനെ ഓടുന്നുണ്ട്. ഓടി നമുക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ തേറ് ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഷെൽഫിലൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. നമുക്ക് വേണ്ട സ്റ്റഡീസൊക്കെ മെറ്റീരിയലൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹില്ല് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ തേറ് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹില്ല് പറയുന്നത് നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ, ഞാൻ ചെയ്തു തരാം നിനക്ക്. ശരി ഓക്കെ താങ്ക് യു അങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു ബുക്കൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ അവന് കൗണ്ടറിൽ പോയിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരി ഞാൻ വീട്ടിലോട്ട് പോകണം, ഈ ബുക്ക് ഞാൻ എടുത്തോട്ടെ അങ്ങനെ. ശരി ഓക്കെ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവന് മേലുള്ള രണ്ട് വാക്ക് മാത്രം എടുത്ത് ബാക്കിയൊക്കെ ഹില്ലിൻ്റെ കയ്യിൽ തന്നെ അവനവിടെ നഴ്സായി. അത് കഴിഞ്ഞ് നമ്മുടെ ഹില്ലിൽ തന്നെയാണ് അവനെ റൂമിലോട്ട് കൊണ്ടുവന്ന് വിടുന്നത്. അപ്പോൾ അവന് കാറിലിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എനിക്കുള്ള ആൻസർ എന്താണ്, എന്ത് ആൻസർ എന്ന് ചോദിക്കുന്നത് നമ്മുടെ തേറ്.
അല്ല നീ എൻ്റെ പോസ്റ്റ് കണ്ടിട്ടില്ല അതിൻ്റെ ഡാൻസ്. അതോ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇല്ല അവിടെ നിന്ന് തിരിച്ചു ഓടുകയാണ് അന്നത്തെ. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്